അതായത് 5ാം ക്ലാസ് വരെയും ഞാൻ മുസ്ലിം ആയിരുന്നു. 5ാം ക്ലാസ് ശേഷം ഞാനങ്ങനെ വിശാല ഹിന്ദു. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നടൻ സലീം കുമാർ ഇപ്പോൾ നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. ഒരു സിനിമാ നടൻ എന്നതിലുപരി അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കരൾ രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിൽ അദ്ദേഹം ചികിത്സ തേടിയത്. എന്നാൽ ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണമുണ്ടായത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അദ്ദേഹത്തിന് മരിക്കുന്ന സമയത്ത് 56 വയസ്സായിരുന്നു പ്രായം. ഈ സിനിമാ നടന്മാർ എല്ലാവരും തന്നെ തൻ്റെ രാഷ്ട്രീയം തൻ്റെ ഭാവിയെ ബാധിക്കുമെന്ന് വിചാരിച്ചിട്ട് ആരും തന്നെ തുറന്നു പറയാറില്ല. എന്നാൽ വളരെ വ്യക്തമായിട്ട് തൻ്റെ രാഷ്ട്രീയം അതൊരു കോൺഗ്രസ് രാഷ്ട്രീയമാണ് എന്ന് തുറന്നു പറയുകയും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ വേണ്ടി സ്റ്റേജിലെല്ലാം വരികയും എല്ലാം ചെയ്യുന്ന സലീം കുമാറിനെ ഈ സുഖമില്ലാത്ത സമയത്ത് പോലും നമ്മൾ കണ്ടതാണ്. ഈ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങ് നടക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടു കാണും, വളരെ മോശകരമായ രീതിയിൽ ചില മാധ്യമങ്ങൾ ഉന്തും തള്ളും ഉണ്ടാക്കിയപ്പോൾ ഈ സലീം കുമാറിൻ്റെ മകൻ ഇന്ന് ദേഷ്യപ്പെടുന്നതും നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇന്ന് വ്യാപകമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില ആൾക്കാർ അദ്ദേഹത്തിൻ്റെ മകനെ തെറിവിളിക്കുന്നതും അദ്ദേഹത്തിന് വലിയ വലിയ ജാടയാണ് എന്ന രീതിയിലൊക്കെ അതിനെ വിമർശിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന് മരണപ്പെട്ട സമയത്ത് ആ സലീം കുമാറിൻ്റെ മകന് ചന്തു എന്ന് പറയുന്ന ആ മനുഷ്യന് നഷ്ടപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛനെയാണ്. ആ അച്ഛനെ മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥയെങ്കിലും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സലീം കുമാർ മുസ്ലിം ആയിരുന്നു എന്നും അദ്ദേഹം പിന്നെ ഹിന്ദു മതത്തിലേക്ക് പോയതാണ് എന്ന രീതിയിലുള്ള ഒരു ചർച്ചകളൊക്കെ സമൂഹ മാധ്യമം കാണാൻ വേണ്ടി സാധിച്ചു. അതിനെക്കുറിച്ച് നമുക്ക് ഏതായാലും റിയാക്ട് ചെയ്യാം. നമുക്ക് ആദ്യമായിട്ട് സലീം കുമാറിൻ്റെ മകൻ ആ മാധ്യമങ്ങളോട് ദേഷ്യപ്പെട്ട ആ വീഡിയോ ക്ലിപ്പിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. തീർച്ചയായിട്ടും വളരെ മോശകരമായ, എത്രയും പെട്ടെന്ന് നിർത്തേണ്ട ഒരു കാര്യം തന്നെയാണിത്. കാരണം ആ മകനും അമ്മയ്ക്കും ആ കുടുംബക്കാർക്കും എല്ലാം സ്വകാര്യത എന്ന് പറയുന്ന ഒരു അവകാശമുണ്ട്. അവരുടെ സ്വകാര്യതയെ നമ്മളെല്ലാവരും മാനിക്കണം. മരിച്ചു കിടക്കുന്നത് നമുക്കൊരു സിനിമാ നടനാണ് എങ്കിൽ ആ ചന്തു എന്ന് പറയുന്ന സലീം കുമാർ മകനെ അവൻ്റെ അച്ഛനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കാരണം ആ വേദനയും ആ വിഷമവും ഒന്നി പൊട്ടിക്കരയാൻ പോലും പറ്റാത്ത രീതിയിൽ ജനങ്ങളും അതുപോലെ തന്നെ എല്ലാവരും രാഷ്ട്രീയ നേതാക്കളും സിനിമാ നടന്മാരും എല്ലാവരും വന്നിരിക്കുന്ന സമയത്ത് അവരുടെ പ്രൈവസിക്ക് നമ്മൾ തീർച്ചയായിട്ടും ഒരു മാന്യത അല്ലെങ്കിൽ ഒരു അംഗീകാരം തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കണം. അത് കൊടുക്കാതെ ആ ഒരു കാര്യം പോലും ഒന്ന് പൊട്ടിക്കരയുന്നത് പോലും ക്യാൻവാസിലാക്കിയിട്ട് വിറ്റയക്കാൻ വേണ്ടിയിട്ട് ഓൺലൈൻ മാധ്യമങ്ങളും നമ്മുടെ ദൃശ്യമാധ്യമങ്ങളെല്ലാം തിരക്ക് കൂട്ടുന്ന സമയത്ത് ആ ചെറുപ്പക്കാരൻ തീർച്ചയായിട്ടും വളരെ രോക്ഷമായിട്ടൊന്ന് പെരുമാറിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് അർഹിക്കുന്നത് തന്നെയാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഈ മാധ്യമങ്ങളോടൊക്കെ പറയുന്നത് നമ്മൾ വിളിക്കാത്ത സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം അവിടെ നടക്കുന്നത് ഒരു മരണാനന്തര ചടങ്ങുകളും അതുപോലെ തന്നെ ആ മരിച്ച ആളെ അവരുടെ സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് കാണിക്കുക എന്ന് പറയുന്നൊരു പരിപാടിയാണ്. അവിടെ കയറിപ്പോയിട്ട് വേണ്ടാത്ത സ്ഥലത്ത് മുഴുവൻ ക്യാമറ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ തിരക്ക് എന്ന് നിങ്ങൾ ആലോചിക്കണം. മറ്റൊന്നിനുമല്ല, ആ കാഴ്ചകൾ, ആ കരയുന്നുണ്ടെങ്കിൽ ആ കാഴ്ചകളെല്ലാം ഞങ്ങൾക്കായിരിക്കണം ആദ്യം കിട്ടേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഓൺലൈൻ മാധ്യമക്കാരും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ദൃശ്യമാധ്യമങ്ങളെല്ലാം തന്നെ തിരക്ക് കൂട്ടുന്ന ആ സന്ദർഭത്തിലാണ് ആ മകൻ പൊട്ടിത്തുറന്ന് സംസാരിച്ചത്. ഇറങ്ങി വേക്കോട്ട് നിൽക്കാൻ വേണ്ടി പറയുകയാണ്. എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിക്കുന്നു. സത്യം അത് തന്നെയാണ്. എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത്? ആ മകൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ അധികാരമാണ്. അവൻ്റെ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് നിങ്ങൾ കടന്നു കയറിയത് കൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ള ഒരു ചൂടാവൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. തീർച്ചയായിട്ടും ഈ ഒരുപാട് മരണങ്ങൾ നടക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് തന്നെയാണ് സിനിമാ നടൻ നവാസ് മരിച്ച സമയത്ത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് സിനിമാ നടനായ നമ്മുടെ സലീം കുമാർ. അദ്ദേഹം മുസ്ലിം ആയിരുന്നു എന്നും പിന്നെ ഹിന്ദു മതത്തിലേക്ക് പോയതാണ് എന്നൊക്കെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ കാണാൻ വേണ്ടി സാധിച്ചു. അത് എങ്ങനെയാണ് എന്ന് നമ്മൾ സലീം കുമാർ തന്നെ പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കാണാം. ചിറ്റാറ്റൂരെ LP ചെന്നപ്പോൾ എന്താ കുട്ടിയുടെ പേര് വെച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു സലീം എന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറഞ്ഞാൽ പറ്റില്ലല്ലോ അത്, കാരണം കുട്ടി ഹിന്ദു അല്ലേ, ഇത് പേര് കേട്ടാൽ മുസ്ലിങ്ങളെ പോലിരിക്കുന്നു. അപ്പോൾ അച്ഛനും യാതൊരു ഐഡിയ ഉണ്ടായില്ല. അപ്പോൾ അച്ഛൻ ചോദിച്ചു എന്താ ചെയ്യുക? അപ്പോൾ ഒരു കാര്യം ചെയ്യും, കുട്ടിയുടെ പേരിന് കൂടി കുമാറും കൂടി ചേർത്തേക്കെന്ന് പറഞ്ഞു. അങ്ങനെ കുമാർ ചേർത്ത് എന്നെ ഹിന്ദു ആക്കി. അതായത് 5ാം ക്ലാസ് വരെയും ഞാൻ മുസ്ലിം ആയിരുന്നു. 5ാം ക്ലാസ് ശേഷം ഞാനങ്ങനെ വിശാല ഹിന്ദുവായി.
ജാതിമത ചിന്തകൾക്ക് അതീതമായ ഒരു സമൂഹത്തെ സ്വപ്നം കണ്ട ഒരു നവോത്ഥാന നായകനായിരുന്നു സാക്ഷാൽ അയ്യപ്പൻ എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു തർക്കവുമില്ല. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളിൽ തീർച്ചയായിട്ടും ആകൃഷ്ടരായിട്ടാണ് നമ്മുടെ സലീം കുമാറിൻ്റെ അച്ഛൻ ഗംഗാധരൻ എന്ന് പറയുന്ന വ്യക്തി ഈ സലീം കുമാറിന് സലീം എന്ന പേരിട്ടത്. കാരണം ആ ഒരു കാലത്തൊക്കെ ഈ അയ്യപ്പ സമുദായത്തിൽ ഉൾപ്പെട്ട ആൾക്കാരെല്ലാം ജാതിയും മതവും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അവർ ചില മുസ്ലിം പേരുകൾ നൗഷാദ്, അതുപോലെ തന്നെ റഹീം, സലീം എന്നൊക്കെ പറയുന്ന പേരുകൾ സ്വീകരിച്ചിരുന്നു ആ ഒരു കാലത്ത്. അങ്ങനെയാണ് നമ്മുടെ സലീം കുമാറിൻ്റെ അച്ഛനായ ഗംഗാധരൻ എന്ന് പറയുന്ന വ്യക്തി സലീം കുമാറിന് ഈ ഒരു പേരിട്ടത്. അങ്ങനെ സലീം കുമാറിനെ പ്രൈമറി സ്കൂളിലേക്ക് മാറ്റിച്ചേർക്കാൻ വേണ്ടി പോയ സമയത്ത്, ചിറ്റാറ്റുപുഴ സ്കൂളിൽ കൊണ്ടുപോയ സമയത്ത് അവിടുത്തെ മാഷ് നമ്മുടെ സലീം കുമാറിൻ്റെ അച്ഛൻ ഗംഗാധരനോട് ചോദിച്ചു പോലും, സലീം എന്നാണ് പേര് എന്ന് പറഞ്ഞപ്പോൾ ഇതൊരു മുസ്ലിം പേരല്ലേ, കേട്ടാൽ തെറ്റിദ്ധരിക്കില്ലേ എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു ഓപ്ഷനാണ് എന്ത്, ഈ കുമാർ എന്നും കൂടി ഇതിൻ്റെ കൂടെ കൂട്ടി അങ്ങോട്ട് ഇട്ടാൽ സലീം കുമാർ, എന്നാൽ പ്രശ്നം കഴിഞ്ഞു. ഏതായാലും അപ്പോഴാണ് ഞാനൊരു വിശാല ഹിന്ദുവായി മാറിയത് എന്നാണ് സലീം കുമാർ തന്നെ പറയുന്നത്. നിങ്ങൾ കേട്ട് കാണും, അദ്ദേഹം പറയുന്നുണ്ട് 5ാം ക്ലാസ് വരെ ഞാനൊരു മുസ്ലിം ആയിരുന്നു. ഇതാണ് യഥാർത്ഥത്തിലുള്ള സംഭവം. ഇതിനെയും ചില ആൾക്കാർ വളച്ചൊടുക്കുകയാണ് എന്നുള്ളതാണ്. പിന്നെ സലീം കുമാർ ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വളരെ വ്യക്തമായിട്ട് ഏതൊരു മനുഷ്യൻ്റെ മുന്നിലും, അതുപോലെ സിനിമക്കകത്തായാലും സിനിമയ്ക്ക് പുറത്തായാലും രാഷ്ട്രീയത്തിലായാലും വെട്ടിത്തുറന്ന് പറയുന്ന ഒരു പ്രകൃതമാണ്. അതുകൊണ്ട് മലയാളികൾക്ക് ഏറെ അദ്ദേഹത്തോട് സ്നേഹവുമാണ്. അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം വരെ കിട്ടിയിരുന്നു. ആദമിൻ്റെ മകൻ അബു എന്ന് പറയുന്ന സിനിമയ്ക്കായിരുന്നു അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം കിട്ടിയത്. അത് പാവപ്പെട്ട ഒരു മനുഷ്യൻ ഹജ്ജിന് പോകുന്നതുമായി ബന്ധപ്പെട്ട്, അത്രവിറ്റ് ഹജ്ജിന് പോകുന്നതുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. തീർച്ചയായിട്ടും അത് കണ്ടവർക്കൊക്കെ അറിയാം. തീർച്ചയായിട്ടും അദ്ദേഹം ഒരുപാട് ആദരവ് അർഹിക്കുന്ന ഒരു മനുഷ്യനാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും മലയാളികൾ കുറച്ചുകൂടി കരുണയും അതുപോലെ തന്നെ ആദരവും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും അദ്ദേഹത്തിൻ്റെ ഫാമിലിയോടും കാണിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.